ഇത് പാലക്കാട് സ്വദേശി, പാലക്കാട് കോങ്ങാട് സ്വദേശി ഷാജിക്ക എന്ന് പറയുന്ന നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ്. മൂപ്പരെ കയ്യിലിരിക്കണ ഈ ഇസ്മ എഴുതിയിട്ടുള്ള ഈ ഒരു ഇത് മൂപ്പരെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളതും മൂപ്പര് ഒരു ആഗ്രഹം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇത് മൂപ്പർക്ക് എങ്ങനെയാണ് മൂപ്പരെ കയ്യിൽ വന്നതെന്നുള്ളതും മൂപ്പര് ആഗ്രഹം എന്താണെന്നുള്ളതും മൂപ്പര് തന്നെ നിങ്ങളോട് പറയും. 12 വർഷമായി എൻ്റെ കയ്യിൽ വന്നത്. ഇത് തിരുവനന്തപുരം എൻ്റെ ജ്യേഷ്ഠൻ RCCയിൽ കിടക്കുമ്പോഴാണ് ഒരു ഉസ്താദ് വന്നത്. ആ ഉസ്താദിൻ്റെ റൂമോ പിന്നെ ചിലവർ പൈസ ഇല്ലാണ്ട് വന്ന് പിന്നെ അറിഞ്ഞ പയ്യനെ എന്നെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഉസ്താദിൻ്റെ ആവശ്യം ചോദിച്ചു ഞങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു എനിക്ക് റൂം വേണം, പിന്നെ കിടക്കാനാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും റൂം എടുത്ത് കൊടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉസ്താദ് ചെയ്തു തരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയി. ചെയ്തത് ഞങ്ങൾ രണ്ടാളും കൂടി റൂമിൽ കൊണ്ടുപോയി. ഉസ്താദ് രാത്രി ഇരുന്ന് നേരം വെളുക്കുന്ന വരെ 3 മണി വരെ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ഇത് ചെയ്തു തന്നിട്ട് അവിടെ 2000 രൂപ ഞാനും കൊടുത്തു, 2000 രൂപ അവനും കൊടുത്തു. അതായത് 10 വർഷം മുന്നേ, 10 വർഷം മുമ്പ്, 12 വർഷമായി. 12 വർഷമായി. അങ്ങനെ ഞങ്ങൾ 12 വർഷം വരെ ഞാൻ എൻ്റെ ഒരു വീട്ടിൽ വെച്ച് ഉമ്മർത്ത് വയ്ക്കും. അതിൽ പിന്നെ എല്ലാവരും ഒന്ന് ചോദിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടി, വാങ്ങിയതാണോ വിളിച്ചതാണോ. അപ്പോൾ ഞങ്ങൾ ഉസ്താദിന് ഇങ്ങനെ ഒരു ഉസ്താദിന് RCCയിൽ ഇങ്ങനെ ഒരു പറഞ്ഞപ്പോൾ ഒരു കഥ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അതായത് ഇപ്പോൾ ഇത് ഈ ഒരു ഇസ്മുകൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇത് എഴുതിയിട്ടുള്ള ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ടായി. അതായത് പലരും പറയുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഇത് വാങ്ങിയതാണോ കുടിച്ചതാണോ എങ്ങനെയാണ് നിങ്ങൾക്ക്, ഇത് ഒറിജിനലാണ് സാധനമാണ്, ഇത് ആരും ഇങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് വേണം പറഞ്ഞ ഇങ്ങനെ എഴുതി. അതായത് നമ്മളിപ്പോൾ ഇത്ര വലുത് ചെറുത് തകിട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയൊരു ഷീറ്റിൽ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതായത് പള്ളികളിലൊക്കെ പോകുമ്പോഴാണ്, വീട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മളും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ശേഷം നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇത് ഞങ്ങൾക്ക് ഉസ്താദ്മാർ ചോദിച്ചിട്ടുണ്ട് ഉസ്താദ്മാർ ഇത് എഴുതി തന്നത് തന്നെയാണോ അത് വാങ്ങിയതാണോ. അപ്പോൾ ഇല്ല, ഒരു ഉസ്താദ് ഇങ്ങനെ തിരുവനന്തപുരത്ത് RCCയിൽ ഇങ്ങനെ ജ്യേഷ്ഠനെ കൊണ്ട് കിടക്കുമ്പോൾ പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ എഴുതി തന്നതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവർക്ക് കവർ കൊടുക്കുകയായിരുന്നു. അതായത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ചിട്ട് മൂപ്പര് ഇത് ഫുള്ള് എഴുതി തന്ന് കംപ്ലീറ്റ് എഴുതി തന്നാണ്. 12 കൊല്ലമായിട്ട് നിറം പോവുക ഒന്നും ഉണ്ടായിട്ടില്ല. അതെ, നിങ്ങൾ ഒറ്റക്കായിരുന്നു അപ്പൊ അന്നുണ്ടായിരുന്നത്? ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. രണ്ടാൾക്കും തിരുവനന്തപുരത്ത് ഒരാളും ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാൾക്കും ഇതിങ്ങനെ എഴുതി തന്നു. ഞങ്ങൾ 2000 ഇപ്പൊ കാണുമ്പോഴൊക്കെ ഉസ്താദിനെ കാണുകയാണെങ്കിൽ ഞങ്ങൾ നല്ലൊരു സംഭാവന കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അതിന് നമ്പർ തോന്നില്ല, 12 വർഷമായില്ല. അപ്പൊ ആളെന്നെ കാണണം എന്നൊരാഗ്രഹം ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ? ഞങ്ങൾക്ക് കാണണം. ഇത് ഞങ്ങൾക്ക് കിട്ടുമ്പോ തകിട് മാത്രമേ കിട്ടിയത്. പിന്നെ ഞാൻ പാലക്കാട് വന്നിട്ട് ഇത് ഫ്രെയിം ചെയ്തിട്ടാണ്. ആ പാലക്കാട് നിന്നാണ് ഇതിനെ ഫ്രെയിം ചെയ്തത്? പാലക്കാട് നിന്നാണ്. അന്ന് ട്രെയിനിൽ ഇതിങ്ങനെ കൊടുന്നു അല്ലേ? അമൃത എക്സ്പ്രസ് ആണ്. അതടക്കം ഓർമ്മയുണ്ട്. അതൊക്കെ നല്ല ഓർമ്മയാണ്. അതല്ലേ. എന്തായാലും ഇൻഷാ അല്ലാഹ് ആ ഉസ്താദിനെ നമുക്ക് എങ്ങനെയും കണ്ടു കിട്ടട്ടെ എന്ന് ഇതാക്കണം. ഇപ്പം നിങ്ങളുടെ ആഗ്രഹം പോലെ ഉസ്താദിനെ ഒന്നുകൂടി കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. 12 വർഷത്തിന് ശേഷം ഉസ്താദിനെ കാണാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂപ്പരെ കയ്യിൽ എത്തട്ടെ.